viewers and welcome to another episode of Star Jam with your favorite host Rohini Edukula. ഒരു ആക്ടറിൻ്റെ ഓൺ സ്ക്രീൻ പേഴ്സണാലിറ്റിയിലേക്കുള്ള ഓൺ സ്ക്രീൻ ക്യാരക്ടറിലേക്കുള്ള ജേർണി വളരെ വലുതാണ്. അതിൻ്റെ അകത്ത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ റോൾ എന്ന് പറയുന്നതും വളരെ അനിവാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മുൻപിലിരിക്കുന്ന വ്യക്തി 7 കേരള സ്റ്റേറ്റ് അവാർഡ് വിന്നറും ഒരു നാഷണൽ അവാർഡ് വിന്നറുമാണ്. ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. It is my pleasure to introduce to you Pattanam Rashid. Welcome to the show, sir. Thank you. Sir, 33 years ആയി ഈ ഇൻഡസ്ട്രിയിൽ. 33 years back എന്തായിരുന്നു ഇൻഡസ്ട്രി? നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇന്ന സിനിമ ചെയ്തു, എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഇതൊന്നും എന്നെ സംബന്ധിച്ച് അതൊന്നും വിലപ്പെട്ടതായിട്ട് അങ്ങേയറ്റത്തെ വിലപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇപ്പോൾ കിട്ടിയ ഈ അംഗീകാരങ്ങളും ഇപ്പോൾ കിട്ടിയ അനുമോദനങ്ങളൊക്കെ കാലം തെളിയിക്കുന്നിടത്താണ് നമ്മൾ അംഗീകരിക്കപ്പെടുന്നത്. പക്ഷെ നമുക്ക് ശേഷം നമ്മളെ നോട്ട് ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാകണം, നമ്മളെ തിരിച്ചറിയുന്നൊരു സമൂഹം ഉണ്ടാകണം. ആ സമൂഹമാണ് നമുക്ക് അംഗീകാരം തരേണ്ടത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ മേക്കപ്പിൻ്റെ സ്ഥാനം എന്തായിരുന്നു? ബിക്കോസ് വ്യൂവറിലേക്ക് എത്തുമ്പോൾ എങ്ങനെ തന്നെ ആയാലും ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇത്രയും ലൈറ്റ്സ് ഒന്നും പോരാ, ഹെവി ലൈറ്റ്സ് വേണം. ബ്ലാക്ക് ആൻഡ് വൈറ്റിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാം ടോണുകളാണ്, ഓഫ് വൈറ്റുകളാണ്. വൈറ്റ് കളറിന് ഓഫ് വൈറ്റാണ് ഉപയോഗിക്കുന്നത്, ക്രീം കളറിലുള്ളത്. പിങ്ക് കളർ ഉപയോഗിക്കും, ലെമൺ യെല്ലോ, ഇതെല്ലാം വൈറ്റ് ബ്രൈറ്റ് ചെയ്യാനായിട്ടും. അതുപോലെ തന്നെ ബ്ലാക്ക് ടോണിന് വേണ്ടിയിട്ട് ബ്ലൂ കളറുകളും ഗ്രേ കളറുകളും ഉപയോഗിക്കുന്നത്. അതാണ് നമുക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നുന്നത് സിനിമയിൽ. ഹെവി മേക്കപ്പ് ചെയ്യും. നമ്മളിപ്പോൾ ഒരാളെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിച്ചു പോകും, അത്രയും ഹെവി ആയിട്ടാണ് അയാളെ മേക്കപ്പ് ചെയ്യുന്നത്. അത്രയും ഷെയ്ഡിങ് കൊടുത്തിട്ട് വേണം. നോസ് കട്ട് ചെയ്യും, ചിൻ കട്ട് ചെയ്യും, ലിപ്പൊക്കെ വരച്ചുണ്ടാക്കണതാണ്, ഐബ്രോ വരച്ചുണ്ടാക്കണം. അത്രയും ഷാർപ്പായിട്ട് അവർ മേക്ക് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊരു തിയേറ്റർ മേക്കപ്പ് പോലെ തന്നെയാണ് അത് ചെയ്യുന്നത്. ഇത് ഈ ഒരു ക്യാരക്ടറിന് എനിക്ക് എൻ്റെ ഒരുപാട് വർക്ക് ഞാൻ ചെയ്യേണ്ടി വരും, കുറച്ചധികം റിസർച്ച് ചെയ്യേണ്ടി വരും എന്ന് തോന്നിയ ഒരു എൻ്റെ കാരിയർ മാറ്റിയ സിനിമ പൊന്തന്മാടെയാണ്. ഞാൻ മമ്മൂട്ടി നായകനാവുന്ന സിനിമ, അത് ആ ഫിലിമിന് വേണ്ടിയിട്ട് എന്നെ ക്യാമറമാൻ വേണുവാണ് എന്നോട് പറയുന്നത്, പക്ഷേ ഇങ്ങനൊരു സിനിമയുണ്ട്, അത് നീ വർക്ക് ചെയ്യണം, ടി വി ചന്ദ്രൻ്റെ പടമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് മേക്കപ്പാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ മമ്മൂട്ടീനെ വയസ്സനായിട്ടുള്ളൊരു മാടയാക്കി മാറ്റണം എന്ന് പറഞ്ഞു. ഇതാണ് ക്യാരക്ടർ. ഞാൻ പറഞ്ഞു ബോംബെയിൽ നിന്ന് ആരെങ്കിലും നമുക്ക് വിളിക്കാം, നമുക്ക് പരിചയമുണ്ടെന്ന് നോക്കാം. അത് ബോംബെയിൽ നിന്നൊന്നും വേണ്ട, നീ തന്നെ ചെയ്താൽ മതി എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിലൊന്നും ഇരിക്കാവുന്ന ഒരു കപ്പാസിറ്റി ഒന്നും എനിക്ക് അങ്ങ് ഉള്ള ആളല്ല ഞാൻ. ഇല്ല, നമുക്ക് ശ്രമിക്കാം, ഞാനുണ്ട് കൂടെ, നീ വേറെ ആരും ആവശ്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി നമ്മൾ ചന്ദ്രേട്ടൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയും ചന്ദ്രേട്ടൻ്റെ കഥ പറയുകയും എല്ലാം ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് നമുക്കിത് ഇതിന് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അമേരിക്കയിലുള്ള എൻ്റെ സുഹൃത്ത് വഴി ഞാൻ ഈ ഓൾഡ് ഏജ് മേക്കപ്പിനുള്ള സാധനങ്ങളൊക്കെ വരുത്തി അതിൻ്റെ വിഗ് ചെയ്ത്, വിഗ് മദ്രാസിൽ വരയ്ക്കുമ്പോൾ നമുക്ക് അതിനെ പോയി കണ്ടു, അതിൻ്റെ വിഗ്ഗൊക്കെ വെച്ച് നോക്കി. വിഗ് വെച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ അതിനൊരു സമയമൊന്നും കിട്ടിയില്ല. ലൊക്കേഷനിലാണ് നമുക്ക് മേക്കപ്പ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയത്. നമുക്കടെ ഒരു സ്വഭാവം അനുസരിച്ച് എന്തെങ്കിലും നമ്മളൊരു മേക്കപ്പ് ഇത്ര സമയമൊന്നും പുള്ളിക്ക് ഇങ്ങനെ ഇരുന്ന് തരാനുള്ള ഒരു മനസ്ഥിതിയൊന്നും ഉള്ള ആളല്ല. പക്ഷെ അപ്പുറത്തും ഈ ക്യാമറമാനും ഡയറക്ടറും നിൽക്കണോണ്ട് പുള്ളി വളരെ ക്ഷമയോടുകൂടി ഇങ്ങനെ ഇരുന്ന് പുറത്തൊരു വീടിൻ്റെ പുറത്താണ് ഞങ്ങൾ മേക്കപ്പ് ചെയ്തത്. അവിടെ ഇരുന്നിങ്ങനെ ഇരുന്ന് കുറേ നേരം എടുത്ത് ഇങ്ങനെ ഓരോന്നും ചെയ്ത് ഞാനും പരീക്ഷണം നടത്തുകയാണ്. എനിക്ക് ഇത് വലിയ നിശ്ചയമൊന്നുമില്ല, ഇതെങ്ങനെ ആയിത്തീരുമെന്നൊന്നും എനിക്ക് വലിയ അറിയാം. ഇത് ശരിയായില്ലെങ്കിൽ ഷൂട്ടിംഗ് മുടങ്ങിപ്പോവും. ആ ഒരു ആദിയിലാണ് ഞാൻ ഈ മേക്കപ്പ് ചെയ്യണത്. വയസ്സാക്കണമല്ലോ, പുള്ളി അങ്ങനെ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഇപ്പോഴും അല്ലേ ഗ്ലാമർ ബോയ് അല്ലേ. അപ്പോൾ പുള്ളിനെ ഇത്ര വയസ്സായിട്ടുള്ളൊരു മാടയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഈ കളറ് മേലെല്ലാം കളർ അടിക്കണം, റിങ്കിൾസ് ഉണ്ടാക്കണം, ടീത്തിൻ്റെ കളർ മാറ്റണം, മൊത്തം ഒരു ലുക്കിന് ഒരു മാറ്റം വരുത്തണമല്ലോ. അപ്പോൾ ഞാൻ ഈ കണ്ണിൻ്റെ അടിയിലെ റിങ്കിൾസിന് വേണ്ടിയിട്ട് ഓൾഡ് ഏജ് സ്ട്രിപ്പിൾ എന്ന് പറഞ്ഞൊരു മേക്കപ്പ് പ്രോഡക്റ്റ് ഉണ്ട്, അതാണ് യൂസ് ചെയ്തത്. അതിൻ്റെ അനുസരിച്ചുള്ള കളർ വേറെ ഉണ്ട്. ഈ സാധാരണ മേക്കപ്പ് കളറല്ല അതിന് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം തൊപ്പിയൊക്കെ വെച്ചിട്ട്, അപ്പോൾ അതുവരെ പുള്ളി കണ്ണാടി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിയുടെ കൂടെയുള്ള ജോർജ് കണ്ണാടി ഇങ്ങനെ കാണിച്ചു. കണ്ണാടി കാണിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ ചെയറിൻ്റെ പുറകിലോട്ട് ഇങ്ങനെ നീങ്ങി നിന്ന് ഇത് കണ്ടിട്ട് എന്താ ഇദ്ദേഹം പറയണതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ പുള്ളി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി എന്നിട്ട് പുള്ളി ഇങ്ങനെ തിരിഞ്ഞ് എന്നോട് പറഞ്ഞു, നീ ഇത് എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചു. അതാണ് എനിക്ക് ആദ്യം കിട്ടിയ ഒരു അഭിനന്ദനം എന്ന് പറയാം. എൻ്റെ ജീവിതത്തിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന കാരിയറിൽ ഒരു വഴി കാണിച്ചു തന്ന സിനിമയും അതാണ്. വരുന്നതിന് മുമ്പ് ഞാൻ ഈ മണ്ണിനോട് വർത്താനം പറയുന്നേ, ആള് പറയണത് എനിക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല എന്നാ. ശരിയാ, റേഷ്യ വെച്ചതിൽ എൻ്റെ പേരിൽ നിലമില്ല, ഭൂമിയില്ല. പക്ഷേ
ഈ മണ്ണും ഈ പാടമൊക്കെ എൻ്റെ സ്വന്താ, എൻ്റെ വേർപ്പ് വീണതാ. അപ്പോ ഈ മണ്ണും പാടവും നോക്കാൻ ആരും ഇല്ലാണ്ടായി. എന്നെ പോലെ ഇതും ആർക്കും വേണ്ടാണ്ടായി. ഇത് കരയണം ഞാൻ കേൾക്കുന്നുണ്ട്. മോക്കറിയോ, എല്ലാം ഒന്നിക്കും ഈ കരച്ചിൽ കേൾക്കാൻ ഞാൻ ഇവിടെ വന്നു. അതുപോലെ വേറൊരു ക്യാരക്ടറായിരുന്നു, ഓൾഡ് ഏജിലേക്ക് കൊണ്ടുപോയ ഒരു ക്യാരക്ടറായിരുന്നു പർദേശി. അതിനകത്ത് മോഹൻലാൽ പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അത് അതേപോലെ തന്നെ ഇതുപോലെ ഐം ഷുവർ ഇതുപോലെ ചാലഞ്ചിങ് ആയിരുന്നു. കാരണം മുടിയില്ല, വളരെ പ്രായമായ ഒരു രാജസ്ഥാനിൽ വെച്ചായിരുന്നു. രാജസ്ഥാനിൽ ജോധ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അതിനാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ദേശീയ അവാർഡ് മേക്കപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ വർഷമാണ് അത്, 55ാമത്തെ വർഷം ആ സിനിമക്കാണ് കിട്ടിയത്. ഞങ്ങൾ ജോധ്പൂരിൽ ചെന്നു. ഞങ്ങളെല്ലാവരും ഒരു ഹോട്ടലിൽ തന്നെ ഇരുന്നു. ഞാനും മോഹൻലാലും ഡയറക്ടറെല്ലാം ഒരു ഹോട്ടലിൽ മേക്കപ്പ് ചെയ്യാനുള്ള സൗകര്യത്തിന് ഒരു മേക്കപ്പ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് രാവിലെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആരംഭിച്ചു. 4 മണിയായപ്പോൾ ലാൽ സാർ വന്ന് റൂമിൽ വന്ന് തട്ടി വിളിച്ചു. അപ്പോൾ പുള്ളി റെഡിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ തന്നെ ചായ തിളപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. ചായയൊക്കെ തിളപ്പിച്ച് കൊടുത്തു. ഞങ്ങൾ ഒരു 3/4 മണിക്കൂർ കൊണ്ട് റെഡിയായി. ഒരു 4:30-5 മണിയായപ്പോഴത്തേക്കും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തലേ ദിവസം പുള്ളി ഇങ്ങനെ ഡയറക്ടറുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. പുള്ളിയുടെ മുറിയിൽ നിന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഈ വലിയത്ത് മൂസയുടെ ഗെറ്റപ്പ് എന്തായിരിക്കും എന്ന് ഡിസൈഡ് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്ങനെ ആയിരിക്കണം, ഇയാളുടെ മുഖം എങ്ങനെയായിരിക്കണം, താടി എങ്ങനെയായിരിക്കണം, ഒന്നും നമ്മൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഒരു മനസ്സിലിങ്ങനെ ഉണ്ട്, അവ്യക്തമായിട്ട് അവിടെ ഡയറക്ടർ മനസ്സിലുണ്ട്. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ എൻ്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരക്കം പോയുണ്ട്. പുള്ളി എന്നിട്ട് എന്നെ സമാധാനിപ്പിക്കുന്നു, നീ ബേജാറാണ്ടിരി, എല്ലാം ശരിയാവും. എനിക്ക് മനസ്സിലായി പുള്ളിക്ക് യാതൊരു സമാധാനവും ഇല്ലെന്ന്. നേരം വെളുത്തത് ശരിയായില്ലെങ്കിലേ ഷൂട്ടിങ് നിന്നു. രാവിലെ ഞങ്ങൾ മേക്കപ്പ് തുടങ്ങി, വിഗ്ഗെല്ലാം വെച്ച് പുള്ളിയുടെ ആദ്യം തന്നെ മുട്ടത്തല ഉണ്ടാക്കി ഫുൾ. അതിനൊരു പ്രോസ്തറ്റിക് ബാൾഡ് ക്യാപ്പ് എന്ന് പറഞ്ഞൊരു ക്യാപ്പുണ്ട്. അത് ഒരു ദിവസം ഒരു ക്യാപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം അതിൽ ആവശ്യമുള്ള മുടികൾ വെച്ച് കെട്ടി, പിന്നെ റിങ്കിൾസ് ഇട്ട്, താടി വെച്ചു, പല്ല് വെച്ചു, അങ്ങനെ കോണ്ടാക്ട് ലെൻസ് വെച്ചു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗെറ്റപ്പ് ഫൈനലൈസ് ചെയ്ത്. 4 മണിക്കൂർ എടുത്തു അതിൻ്റെ മേക്കപ്പ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ ലൊക്കേഷനിലോട്ട് പോയി. ലൊക്കേഷൻ ജോധ്പൂരിലൊരു സ്ട്രീറ്റിലാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. അപ്പോൾ 2 പോലീസുകാരുടെ നടുവിൽ ലാൽ സാറിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഷോട്ട് ആദ്യം എടുക്കുന്നത്. അപ്പോൾ അതിന് ക്യാമറയൊക്കെ വെച്ച് ഇവരിങ്ങനെ സ്ട്രീറ്റിലൂടെ നടന്നു പറഞ്ഞാൽ ഞാനും അടുത്ത് നിൽപ്പുണ്ട്, കുറച്ചിങ്ങനെ മാറി നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ആളുകൾ കൂടാൻ തുടങ്ങി. അവിടെ കൂടാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായത് എന്താണ്. അപ്പോൾ ഒരു 2-3 പേര് വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ ഷൂട്ടിംഗ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ട് ഫിലിം ഷൂട്ടിംഗ് നടക്കുകയാണ്, എനിക്കറിയാവുന്ന ഹിന്ദി ഭാഷയിൽ പറയുക, ഷൂട്ടിങ്ങിന് നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരാ ഹീറോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹീറോ വയസ്സായിട്ടുള്ള ആളാണ്. അപ്പോൾ വയസ്സായിട്ടുള്ള ആളാണ് ഹീറോ, താൻ ഞങ്ങളെ കളിയാക്കിയാണ് എന്ന് പറഞ്ഞ് എന്നെ കുറേ ചീത്ത പറഞ്ഞിട്ട് അയാൾ പോയി. അയാൾ എന്നിട്ട് അടുത്ത് പോയി ആളിങ്ങനെ നോക്കി, ഈ പോലീസുകാരനെയൊക്കെ നോക്കിയിട്ട് അയാൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് ആളുകൾക്ക് ഇയാൾ വയസ്സായതിന് മേക്കപ്പ് ചെയ്തതല്ലെന്ന് ഓഡിയൻസിന് പിടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതാണ് ആ കഥാപാത്രത്തിന് വിജയമായിട്ട് ഞാൻ കാണുന്നത്. നമ്മളെ മക്കളൊക്കെ വലുതായി, വലിയ ആളുകളായി. അപ്പൊ എങ്ങനെ ഉറങ്ങാലേ? അതൊക്കെ പോട്ടെ, അവൻ അവിടെ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായി കാണും, അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ച്. ഞാൻ എങ്ങനെ വളർത്തിയ മോന, ഓനിപ്പോ ആരും വേണ്ട. ഒരു ദിവസം ഉമ്മാന്റെയും പാപ്പാന്റെയും കൂടെ അന്തി ഉറങ്ങാനും കൂടി ഓന് നേരല്ല. ഓന് കല്യാണം എങ്ങനെ ഭംഗിയാക്കാന്നുള്ള ചിന്തയാണ്. അതുകൊണ്ടാവും മൈലാഞ്ചിയും കൂടി ഭാര്യ വീട്ടിൽ നടത്താന്ന് തീരുമാനിച്ചത്. നിങ്ങള് പോവോ? മൈലാഞ്ചിയൊക്കെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഉള്ളതല്ലേ, നിക്കാഹിനല്ലേ ഞാനൊക്കെ വേണ്ടു. നിങ്ങളില്ലാണ്ട് എന്ത് മൈലാഞ്ചി കല്യാണം എനിക്ക്?
കൂനൻ എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ ഫൺ ലവിങ്. നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ദിലീപിന്റെ കുറെ ട്രിക്സ് ഒക്കെയാണ് മനസ്സിൽ വരുന്നത്, പുള്ളിയെ സിനിമയിൽ ചെയ്യുന്ന തമാശകളൊക്കെ ആയിട്ട്. അത് എങ്ങനെയാണ് ടെൽമി ആ ഒരു കൂൻ എങ്ങനെ കുഞ്ഞുകുഞ്ഞിന്റെ കൂനുണ്ടാക്കിയത് ഒരു പ്രോസ്തറ്റിക്കിന്റെ ഒരു ഇതാണ്. പ്രോസ്തറ്റിക്കിൽ റബ്ബറൈസ്ഡ് ആയിട്ടുള്ളൊരു മോൾഡാണ്. ആ മോൾഡിൽ ഒരു കൂനുണ്ടാക്കിയിട്ട് അത് വെച്ച് ഒട്ടിച്ചിട്ടാണ് ആ കൂന് ചെയ്യുന്നത്. പിന്നെ അതിനൊക്കെ അങ്ങനത്തെ ഒരു പല്ല് വെച്ചു, പിന്നെ കളർ ടോൺ ഡാർക്ക് ചെയ്തു, പിന്നെ അതിന് മുടി വെച്ചു. മുടി വെക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കണം. നമ്മൾ ഇന്ന പോലെ ഇത് വേണമെന്നൊക്കെ ഒരുപാട് കാൽക്കുലേഷനിലൊക്കെ ചെല്ലുമ്പോഴും ആ സാഹചര്യം ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ അനുവദിക്കില്ല. പക്ഷെ അവിടെ വെച്ച് നമ്മൾ പെട്ടെന്ന് നമുക്ക് മൈൻഡിൽ തോന്നുന്ന ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും അതായിരിക്കും അതിൻ്റെ സക്സസ് ആയിട്ട് വരുന്നത്. ഞാൻ ആ സമയത്ത് എനിക്ക് അന്ന് രാവിലെ വിഗ്ഗൊക്കെ മദ്രാസിൽ നിന്ന് വന്നുള്ളൂ. വിഗ് വെച്ച് നോക്കിയപ്പോൾ ഈ നീഗ്രോകളെ പോലെ ഇരിക്കുന്ന വിഗ്ഗായിരുന്നു പുള്ളിയുടെ. അപ്പോൾ വിഗ് കണ്ടപ്പോൾ തന്നെ എൻ്റെ സകല കിളി പറന്നു എന്നൊക്കെ പറയണമല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വിഗ് ഇങ്ങനെ വെച്ചിട്ട് ദിലീപിന് വിഗ് ഫിറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ്. വിഗ് വെച്ചിട്ട് എൻ്റെ ഹെയർ കട്ടർ വെച്ചിട്ട് ശരിക്കും മുടി ഷോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഈ ഹെയർ കട്ടറിന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെൻഷനിലാണ് ഇത് ചെയ്യണത്. നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഹെയർ കട്ടർ കുറച്ച് ഡീപ്പായിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ മുടി ഷോർട്ടായിപ്പോയി, കുറ്റിമുടിയായിപ്പോയി. ആ കുറ്റിമുടി ആയതാണ് ആ പടത്ത് അയാളുടെ ക്യാരക്ടറിൻ്റെ ഹൈലൈറ്റായിട്ട് നമ്മൾ മുടി ഇങ്ങനെ സൂചി പോലെ ഇങ്ങനെ മുള്ളം പന്നിയുടെ ഇതുപോലെ നിൽക്കുന്നതാണ് കഥാപാത്രത്തിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യിപ്പിച്ചത്. ഇവൻ വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചല്ലോ.